Welcome to the Bible Study Series with Dr. Ajit. ഈ ദിവസങ്ങളിൽ നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നാം പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ വേദപഠനം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. This will transform your life, and these are powerful teachings that will revolutionize your life and cause you to be a person that makes great impact in these end times. Yes, you will be tremendously blessed and your life will never be the same again. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ആ വലിയ വെളിപ്പാടുകളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. എങ്ങനെയാണ് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന 7 കൂട്ടം അനുഗ്രഹങ്ങൾ, 7-fold spiritual blessings, 7 വലിയ ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം തൊട്ട് 22-ാം വാക്യം വരെയാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തോലിക പ്രാർത്ഥന എന്ന് പറയും. ഇറ്റ്സ് എൻ അപ്പോസ്തോലിക് പ്രയർ. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് അതൊന്ന് വായിച്ച് കേൾക്കാം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തു യേശുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഉയർത്തിയിരിക്കുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ എംഫസിസ്, ഇതിൻ്റെ ഊന്നൽ ആത്മീയമായി ദൈവമക്കൾ വളരണം, ആത്മീയ പരിപക്വതയിലേക്ക് വരണം, ആത്മീയമായിട്ടുള്ള രീതിയിൽ ബലപ്പെടണം, ശക്തിപ്പെടണം എന്നുള്ളൊരു എംഫസിസ് ആണ്. ഭൗതികമായ മറ്റ് അനുഗ്രഹങ്ങളെക്കാളെല്ലാം ഉപരിയായി ആത്മീയമായി ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം, അത് തിരിച്ചറിയണം എന്നുള്ള വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അത് ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. താൻ പറയുകയാണ്, സഭാമക്കളെ, ഞാൻ നിങ്ങളുടെ വിശ്വാസം കേട്ടിട്ട് നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹമൊക്കെ കേട്ടറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി നന്ദിയോട്, ഒത്തിരി സ്തോത്രത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. I pray for you unceasingly. For this reason, because I have heard of your faith in the Lord Jesus and your love toward all the saints, I do not cease to give thanks for you, remembering you in my prayers. എന്താണ് അവിടെ മനസ്സിലാക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ജീവിത ശൈലിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒത്തിരി വെളിപ്പാടുകളാൽ നിറഞ്ഞ ഒരു ദൈവമനുഷ്യനാണ്. അഭിഷേകത്തിന്റെ ആഴം അനുഭവിച്ച ഒരു ദൈവമനുഷ്യനാണ്. ഒത്തിരി സഭകളെ പ്ലാൻ ചെയ്യുവാൻ, സ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവമനുഷ്യനാണ്. ഈ ദൈവമനുഷ്യൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് ഇടവിടാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു, ഒരു പ്രാർത്ഥന യോദ്ധാവായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നിരന്തരമായി, അൺസീസിംഗായി, ഇടവിടാതെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടയായിത്തീർന്നത്. 3 പോയിന്റുകളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. അതുപോലെ തന്നെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 തൊട്ട് 12-ാം വാക്യത്തിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8 തൊട്ട് 11-ാം വാക്യത്തിലും അവിടെയും പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യ സഭയ്ക്ക് വേണ്ടി, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭാ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തോലിക പ്രാർത്ഥനകൾ, ദാറ്റ്സ് കോൾഡ് ദി അപ്പോസ്തോലിക് പ്രയേഴ്സ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഈ ലേഖനത്തിലൊക്കെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവജനം പഠിപ്പിക്കുന്നു, വെളിപ്പാടുകൾ പങ്കുവയ്ക്കുന്നു, ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നു, ദൈവജനത്തിൻ്റെ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അതിൻ്റെ സത്യങ്ങളിലും ദൈവജനത്തെ അടിസ്ഥാനപ്പെടുത്തുന്നു.
അത് മാത്രമല്ല, ദൈവജനത്തിനു വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി, സ്തോത്രം, തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം നമ്മൾ അതാണല്ലോ ചിന്തിക്കുന്നത്. 3 കാര്യങ്ങളാണ്, 3 പോയിന്റുകളാണ്, ഒരു 3-point prayer എന്ന് പറയാം. We can call it a 3-point powerful prayer of Apostle Paul to the Ephesian believers. എന്താണ് ഈ 3 കാര്യങ്ങൾ? 1, ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. 2-ാമത്തെ പോയിന്റ്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. 3-ാമത്തെ പോയിന്റ്, അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. So this is a 3-point prayer that Paul prays for the Ephesian believers. 1, that the God of our Lord Jesus Christ may give you the spirit of wisdom and revelation in the knowledge of Him, having the eyes of your hearts enlightened, that you may know what is the hope to which He has called you, what are the riches of His glorious inheritance in the saints, and what is the immeasurable greatness of His power toward us who believe, according to the working of His great might, that He worked in Christ when He raised Him from the dead and seated Him at the right hand in the heavenly places, far above all rule and authority and power and dominion, and above every name that is named, not only in this age but also in the one to come. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ് സഭാമക്കൾക്ക് വേണ്ടി. 16-ാം വാക്യത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവ് ആയവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. പിന്നെ ആ 3 പ്രാർത്ഥന പോയിന്റുകളാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ സ്തോത്രം, ഈ സഭാമക്കളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം, അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വരണം. I pray God that you will open the eyes of these believers. You will illumine them. You will flood their hearts with the light of the truth of the gospel, so that they may grasp what you have done for them in Christ Jesus. കർത്താവേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകി ക്രിസ്തു യേശുവിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് നൽകി കർത്താവേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകി. The spirit of wisdom and revelation in the knowledge of Christ, so that they may understand the secrets and the mysteries, and they may have insights into the depth and into the intimate knowledge of God. വളരെ ആത്മാർത്ഥമായി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകി കർത്താവേ, ഈ മക്കളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച് ക്രിസ്തു യേശുവിൽ പിതാവാം ദൈവം കാൽവരി ക്രൂശിലൂടെ ചെയ്തെടുത്തിരിക്കുന്ന ഈ വലിയ രക്ഷയുടെ ആ മർമ്മം, ആ സത്യം, ആ വെളിച്ചം, ആ വെളിപ്പാടുകൾ, ആ സത്യം ഒന്ന് തിരിച്ചറിയുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ, അതൊന്ന് ഗ്രഹിക്കുവാൻ, അതൊന്ന് ഉൾക്കൊള്ളുവാൻ, അവരുടെ മനസ്സൊന്ന് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഈ വലിയ രക്ഷയുടെ മഹാത്മ്യം ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവേ, എൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആഴമായ ഒരു പ്രാർത്ഥനയാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകണമേ. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തന്ന് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ആ പൊസിഷൻ, ആ പദവി, ആ ദൈവിക അധികാരം, ആ ദൈവിക ദൗത്യം, ആ ദൈവിക ദർശനം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് വളരെ ഫലപ്രദമായ ഒരു ജീവിതം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 36-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ പക്കലാണല്ലോ ജീവന്റെ ഉറവ ഉള്ളത്. With you is the fountain of life, and in your light we see light. ദൈവമേ, നിന്റെ പക്കലാണല്ലോ ജീവന്റെ ഉറവേ ഉള്ളത്, നിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു. നിന്റെ വെളിച്ചത്തിൽ, in your light we see light. അതെ, ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിക്കുമ്പോൾ, when our hearts are flooded and illumined with the light of God, then our hearts are enlightened to see the glorious inheritance, the glorious riches that we have in Christ. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയുന്നത്, നമുക്ക് ബോധ്യപ്പെടുന്നത്, കർത്താവെ, എത്ര വലിയ അനുഗ്രഹത്താലാണ് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. തുടർന്ന് സ്തോത്രം, ആദ്യത്തെ പോയിന്റ്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവമക്കൾക്ക് തങ്ങളുടെ വിളിയെക്കുറിച്ച് ഉള്ള ആ വലിയ ബോധ്യം, ആ വിളിയെക്കുറിച്ചുള്ള മഹത്വം, എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ള
ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ഒരു മനസ്സിലാക്കൽ, ആ വിളിയുടെ ആഴം എന്താണ് ഒന്ന് ഗ്രഹിക്കുവാൻ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, the potential and the scope and the greatness of God's calling in the life of the believer. Paul is praying, God, I pray that you will illumine their eyes, you will enlighten their hearts so that they may understand the hope of your calling, why you have called, the greatness of your calling, the plan and the purpose of God, the authority that is vested on them and in the call that you have given to them. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു വരുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. Therefore, holy brothers, you who share the heavenly calling, consider Jesus the apostle and the high priest of our confession. ആ സ്വർഗീയ വിളി ലഭിച്ച, this is a heavenly calling. The calling is a heavenly calling. ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ആ heavenly calling, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പിൻപിലുള്ളതിനെ മറന്ന്, forgetting what is behind and pressing on to the upward call of God, for the high price of the upward call of God. ആ പരമവിളിയെ അതിനെ ലാക്കാക്കി ഞാൻ ഓടുകയാണ് എൻ്റെ സകല ശക്തിയോട്. ഒരു അത്ലീറ്റ്, ഒരു ഓട്ടക്കാരൻ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ തൻ്റെ സകല ശക്തിയോടും സകല ബലത്തോടും ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടി തീർക്കുന്നത് പോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലെ ദൈവത്തിൻ്റെ പരമവിളിക്ക് ആ വിരുദ് പ്രാപിക്കുവാൻ ആ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ദൈവത്തിൻ്റെ ആ വിളിയെക്കുറിച്ചുള്ള ആ വലിയ ബോധ്യം, the high call of God, the upward call of God, the heavenly calling of God, ദൈവത്തിൻ്റെ വിളിയുടെ ആഴം ഒന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ വിളിയുടെ മഹാത്മ്യം ഒന്ന് മനസ്സിലാക്കുവാൻ, എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യത്താൽ പിടിക്കപ്പെടുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വിളിയുടെ ആശ എന്ന് ഗ്രഹിക്കുവാൻ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന്, the glorious inheritance that we have in the saints. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, കർത്താവേ സ്തോത്രം, എത്ര വലിയ അനുഗ്രഹത്താലാണ് ദൈവമേ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ മഹിമാധനത്തെക്കുറിച്ച്, അതിൻ്റെ അവകാശത്തെക്കുറിച്ച് അതൊന്ന് ഗ്രഹിക്കുവാൻ, ആ അവകാശത്തെക്കുറിച്ച്, ആ മഹിമാധനത്തെക്കുറിച്ച്, ക്രിസ്തു യേശുവ് കാൽവരി ക്രൂശിൽ നേടിയെടുത്ത ആ വലിയ രക്ഷയുടെ മഹിമാധനം, ആ ദൈവപ്രവൃത്തി ഒന്ന് തിരിച്ചറിയുവാൻ, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. And what are the riches of his glorious inheritance in the saints? ദൈവത്തിൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള ആ വലിയ ഒരു ബോധ്യത്താൽ പിടിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ എരിവിനാൽ പിടിക്കപ്പെട്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഗൗരവത്താൽ പിടിക്കപ്പെട്ട്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഈ ലോകത്തിൽ കത്തുന്ന ജ്യോതിഷകളായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഫലപ്രദമായ ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ പുറത്തു വരണം, ഉളവാകണമെന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന. മൂന്നാമത്തെ കാര്യം, തൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, കർത്താവേ സ്തോത്രം, ക്രിസ്തു യേശുവിൽ ഓരോ വിശ്വാസികൾക്ക് ലഭ്യമായ ദൈവിക അധികാരവും ദൈവിക ശക്തിയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യത്താൽ ഓരോ സഭാമക്കളും ഓരോ ദൈവമക്കളും പിടിക്കപ്പെടണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുക. ദി ഇമ്മെഷറബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടുവേർഡ് us who believe. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. What great power is available to every Christian, every true believer. എത്ര വലിയ ശക്തിയാണ് ക്രിസ്തു യേശുവിൽ ഓരോ വിശ്വാസികൾക്കും ദൈവസഭയ്ക്കും ദൈവം നൽകിയിരിക്കുന്ന എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം, ഒരു വെളിപ്പാട്, ഒരു മനസ്സിലാക്കൽ. ശക്തിയില്ലാതെ, കഴിവില്ലാതെ, ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, ഒരു ബലവുമില്ലാത്ത
ഒരു വ്യക്തിയല്ല, താങ്കൾ ഒരു വിശ്വാസിയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുക, പ്രാർത്ഥിക്കുക, കർത്താവേ ഇവിടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരത്തെക്കുറിച്ച് ഒരു ബോധ്യം കർത്താവ് കൊടുക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ദ ഇമ്മെഷറബിൾ ഗ്രേറ്റ്നെസ്, ഗ്രീക്ക് ഭാഷയിൽ അത് ഹൈപ്പർ മെഗത്തോസ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ഹൈപ്പർ മെഗത്തോസ് പവർ, ഡ്യുനാമിസ്, പവർ ഡ്യുനാമിസ്. ദ ഇമ്മെഷറബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ എന്ന് പറയുന്നത് ഹൈപ്പർ മെഗത്തോസ് പവർ. ഒരു ബോംബിൽ ഉപയോഗിക്കുന്ന സ്തോത്രം ആ എക്സ്പ്ലോസീവ് പവറിന് ഡിഫൈൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മെഗാ ടൺ എന്ന് പറഞ്ഞൊരു യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെഗത്തോസ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് പൊട്ടുമ്പോൾ ഇത്രയും മെഗാ ടൺ പവർ ആണ് അതിനകത്തുള്ളത് എന്ന് പറയുന്ന പോലെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അവർണ്ണനീയമായി അളക്കുവാൻ കഴിയാത്ത ഹൈപ്പർ മെഗത്തോസ് പവർ. ഏത് ബോംബിനേക്കാളും ഏത് ശക്തിയേക്കാളും വലിയ ശക്തിയാണ് ദൈവം ഓരോ വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന the greatness, the immeasurable greatness of his power, the hyper megathos power that is made available to us. വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ്ലേഷൻ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, the surpassing greatness of his power, the incredible greatness of his power, the excelling greatness of his power, the exceeding greatness of his power, the incredible greatness of his power. അതെല്ലാം ആ വാക്കിനെ ഡിഫൈൻ ചെയ്യാണ് ഹൈപ്പർ മെഗത്തോസ് എന്ന് പറയുമ്പോൾ. അളക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തി, അളവില്ലാത്ത ദൈവത്തിന്റെ ശക്തി, വർണ്ണിക്കുവാൻ കഴിയാത്ത ദൈവശക്തി, എല്ലാത്തിനെയും മറികടക്കുന്ന, സർപ്പാസ് ചെയ്യുന്ന, എക്സീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ദൈവം ഓരോ വിശ്വാസികൾക്കും ലഭ്യമാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു തുലനം ചെയ്യുന്നത് എങ്ങനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ഏത് ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ഉയർപ്പിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ തന്നെ that same power, that same resurrection power, that same power that raised Jesus from the dead and caused him to sit at the right hand of God far above all authority, principality, power, thrones, dominions and every other name in this age and in the age to come. ആ ശക്തിയാണ്, ആ ഹൈപ്പർ മെഗത്തോ ശക്തിയാണ് ദൈവം നമുക്ക് വേണ്ടി ലഭ്യമാക്കി തന്നിരിക്കുന്നു. സോ വി ആർ എ പവർഫുൾ പീപ്പിൾ. നാം ശക്തിയുള്ള ഒരു ജനമാണ്. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ അധികാരവും ദൈവം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിക്കായി സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചവും വെളിപ്പാടുകളും ഒന്ന് വന്ന്, കർത്താവേ സ്തോത്രം, ഇവരെ വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ ആ മഹാത്മ്യം, ആ ഗൗരവം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആഴം, അതിൻ്റെ സ്തോത്രം, അതിൻ്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ ഇടയാക്കണമേ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി എങ്ങനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചോ, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുത്തിയോ, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും നാമത്തിനും മീതെ, അത്യന്തം മീതെ ഇരുത്തിയോ, സ്തോത്രം, അങ്ങനെ തന്നെ ആ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്ന നമ്മളിൽ തിരിച്ചറിയുന്ന നമ്മളിൽ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആത്മാർത്ഥമായി ഇടവിടാതെ സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, കർത്താവെ ഇവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെയും നൽകി, കർത്താവെ സ്തോത്രം, ഇവരൊന്ന് കാണട്ടെ, ഇവരൊന്ന് ഗ്രഹിക്കട്ടെ, ഇവരൊന്ന് അറിയട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ വിളിയുടെ വലിപ്പം, വിശുദ്ധന്മാരിൽ അങ്ങ് നൽകിയിരിക്കുന്ന ആ മഹിമാധനം, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. നമുക്ക് ഈ പ്രാർത്ഥനകളെ നമ്മുടെ സ്വന്തം പ്രാർത്ഥനകളാക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ക്രിസ്തു യേശുവിൽ ദൈവമേ അങ്ങ് ചെയ്തിരിക്കുന്ന, അങ്ങ് എന്നെ ഉയർത്തിയിരിക്കുന്ന എൻ്റെ പൊസിഷൻ, എൻ്റെ പദവിയെക്കുറിച്ച്, എൻ്റെ അധികാരത്തെക്കുറിച്ച്, എൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് അങ്ങ് ലഭ്യമാക്കിയിരിക്കുന്ന ദൈവശക്തിയുടെയും അധികാരത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ആഴത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ. ഞാനതൊന്ന് ഗ്രഹിക്കുവാൻ, ഞാനതൊന്ന് അറിയുവാൻ, ഞാനതൊന്ന് അനുഭവിക്കുവാൻ, അതിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരാൻ, അങ്ങനെ ഒരു ജീവിതം ജീവിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. അതെ, പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടുകളാൽ നിറഞ്ഞ് അഭിഷേകത്തിൻ്റെ ആഴം അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നെങ്കിലും താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ജയിലറകളുടെ ഉള്ളിൽ നിന്ന് താൻ സഭാമക്കൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുക. എഫേസ്യ സഭാ മക്കളെ കർത്താവെ തരായി
കരുത്തന്മാരായി ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി കർത്താവെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ. അവരെ ബലപ്പെടുത്തണമേ. അവർ ആത്മീയ പക്വതയിലേക്ക് വന്ന് ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന, ഫലപ്രദമായ, പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടമായി തീരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന. കൊലോസ്യർക്ക് ലേഖനം 1-12 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അവിടെയും നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ആ എംഫസിസ്, എന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ ഊന്നൽ കൊടുക്കുന്നത്, എന്താണ് ഈ സഭാമക്കളിൽ, ദൈവമക്കളിൽ താൻ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ പ്രാർത്ഥന നമുക്ക് പെട്ടെന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയും ദീർഘക്ഷമയ്ക്കായും അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. Colossians chapter 1 verse 9-12. It's a 7-point prayer of Paul the apostle to the Colossian believers. And so from the day we heard, we have not ceased to pray for you. 1, asking that you may be filled with the knowledge of his will in all spiritual wisdom and understanding. 2, that you will walk in a manner worthy of the Lord. 3, that you will be fully pleasing to him. 4, that you will bear fruit in every good work. The 5th point, increasing in the knowledge of God. 6th point, may you be strengthened with all power according to the glorious might for all endurance and patience. The 7th point, I pray that you will be thanksgiving community to the Father who has qualified you to share in the inheritance of the saints in light. ഈ പ്രാർത്ഥനയിലും പൗലോസ് അപ്പോസ്തലന്റെ ഊന്നൽ, കർത്താവേ സ്തോത്രം, ഒരു ആത്മീയ പരിപക്വതയിലേക്ക്, ഒരു ആത്മീയ വളർച്ചയിലേക്ക്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ്, ദൈവത്തിന് യോഗ്യമാവണം നടന്ന്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജനമായി, ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കി, ദൈവശക്തിയിൽ നിറഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടമായി തീരണമെന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അപ്പോസ്തോലിക പ്രാർത്ഥനകൾ, യെസ്, അപ്പോസ്തോലിക് പ്രേയേഴ്സ് ദാറ്റ് വിൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോം അവർ ലൈഫ്സ്. നിരന്തരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഈ പ്രാർത്ഥന, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഈ അപ്പോസ്തോലിക പ്രാർത്ഥനകൾ എടുത്ത് നമുക്ക് വേണ്ടിയും സഭാമക്കൾക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു ദൈവപ്രവൃത്തി, വലിയ രൂപാന്തരങ്ങൾ, വലിയ ചേഞ്ചുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായിത്തീരും. So you must take these apostolic prayers that we see in Ephesians, in the book of Colossians and the Philippians, and if we will pray for ourselves, for our people, for our churches, for our community, for our nation, we will see tremendous transformation and change, because apostolic powers are powerful. അപ്പോസ്തോലിക പ്രാർത്ഥനകൾ അത് ശക്തിയേറിയതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രാർത്ഥനകളാണ്. അത് സ്തോത്രം വലിയ രൂപാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും, നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരും, നമ്മുടെ സഭകളിൽ കൊണ്ടുവരും. അതേ ഭാരതത്തിൽ വലിയ ഒരു ദൈവപ്രവർത്തിക്ക് അത് കാരണമായി തീരും. So let's pray apostolic prayers. Let's pray apostolic prayers. Let's pray apostolic prayers. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോസ്തോലിക പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമായി തീരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, അപ്പോസ്തോലിക പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God bless you. ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.